ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുടെ പരമാവധി നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതായത് പുൽവാമയ്ക്ക് ശേഷം നമ്മൾ ബഹാവൽപൂർ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷേ അന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ഉറിയിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം ഉണ്ടായപ്പോഴും സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യ ഒതുക്കുകയായിരുന്നു. പക്ഷേ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വാർഫെയറിനപ്പുറത്തേക്ക് മാറി. ഇത് കൃത്യമായൊരു സന്ദേശം നൽകിയേ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. അത് പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. നിങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയത്. അതിനനുസരിച്ച് തന്നെയുള്ള നിലപാടുകൾ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചത്. കൃത്യമായ മറുപടി നൽകണം, ശക്തമായ തിരിച്ചടി നൽകണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ നേതാക്കളും പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കർക്കശമായ ഒരു നിലപാടിലേക്ക് പോവുകയും ഇപ്പോൾ ഇത്തരത്തിലൊരു സംയുക്ത ഒരു ഓപ്പറേഷനിലേക്ക് നീങ്ങുകയും ചെയ്തത്. 9 കേന്ദ്രങ്ങൾ, അത് 9 കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് ലൊക്കേറ്റ് ചെയ്ത് അവയെ തന്നെ പ്രസിഷൻ ബോംബിംഗ് തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്കാൽപ് ഹമ്മർ മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന ഈ കേന്ദ്രങ്ങളെ തകർത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് 9 കേന്ദ്രങ്ങളും ഈ പറയുന്ന ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകരരെ ഉണ്ടാക്കി പടച്ചുവിടുന്ന ആ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യയുടെ മിസൈലുകൾ പ്രഹരിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മിസൈലുകൾ തകർത്തെറിയുമ്പോൾ അവിടെയുള്ള ഭീകരർ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇനി പുറത്തു വരേണ്ടത്. 17 ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. 55 പേർക്ക് പരിക്കുണ്ട്. ഈ പറയുന്ന കോട്ലിയിലും, അതായത് മുസാഫറാബാദ് കോട്ലിയിലും അതോടൊപ്പം തന്നെ ബഹാവൽപൂരിലെയും ആശുപത്രികൾക്ക് മുന്നിൽ വലിയ തോതിൽ തന്നെ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ടെന്നുള്ള ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മീഡിയ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. മാത്രമല്ല പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു ഇന്ത്യ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ള നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് പോർ വിമാനങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ കരസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത ഓപ്പറേഷനോടൊപ്പം തന്നെ നാവികസേനയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ലോയിറ്ററിംഗ് മുനിഷൻസ് എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കയറി. അതായത് ലോയിറ്ററിംഗ് മുനിഷൻസ് എന്നാണ്, അമ്യൂണിഷൻസ് എന്നാണ് അതിന് പറയുന്നത്. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ നാവികസേനയാണ് നടത്തിയിരിക്കുന്നത്. വ്യോമസേന നേരിട്ട് മിസൈൽ ആക്രമണത്തിലേക്ക് നീങ്ങുന്നു. കരസേന നിയന്ത്രണ രേഖയിൽ പാക് സൈന്യത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആ ഭാഗത്ത് വലിയ തോതിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. ഇന്ത്യ എന്തും നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കശ്മീരിലെ ആകാശത്ത് ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 5 വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. ശ്രീനഗർ, ജമ്മു കാശ്മീരിലെ 3 സ്ഥലങ്ങളിലെയും വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം അമൃത്സറും ധർമ്മശാല എയർപോർട്ടും അടച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സൈനിക നടപടികൾക്ക് ഇന്ത്യ സുസജ്ജമായിരിക്കുന്നു. ഇനി മറ്റ് നടപടികളിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം.